കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 25 1 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് ഒരു ഉപമ അരുൾ ചെയ്തു. സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകവതികളുമായിരുന്നു. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്കുവിൻ എന്ന് ആർപ്പുവിളികളുണ്ടായി. ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു. വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. വിവേകവതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാവാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്തേക്ക് പോയി അവിടെ നിന്ന് വാങ്ങിക്കൊള്ളുവിൻ. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ വിവാഹ വിരുന്നിന് അകത്ത് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റ് കന്യകമാർ വന്ന്, കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് നമുക്കെല്ലാം പരിചയമുള്ള നമ്മുടെ അയൽവാസി എന്ന് പറയാവുന്ന യൂപ്രേസ്യാമ്മയെ പ്രത്യേകം അനുസ്മരിക്കുകയും ഈ വിശുദ്ധയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മൾ അല്പം ത്യാഗമെടുക്കുന്നത്, നഷ്ടങ്ങൾ സഹിക്കുന്നത് നഷ്ടമല്ല, വൻ നേട്ടമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സഭയുടെ വിശുദ്ധ ബലിയർപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആ പുസ്തകത്തിലൊക്കെ യൂപ്രേസ്യാമ്മയുടെ പേര് വന്നു. ലോകമാസകലമുള്ള ആൾക്കാർ ബലിയർപ്പിക്കുമ്പോൾ അത് പറഞ്ഞ് ഈ വിശുദ്ധയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിൽ ജനിച്ച ഒരു വ്യക്തിക്ക് ലോകമാസകലമുള്ള ആളുകളുടെ മനസ്സിൽ ഇടം പിടിക്കാനുള്ള ഒരു അവസരമുണ്ടായി. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മൾ അല്പം ത്യാഗം എടുക്കുന്നത്, നഷ്ടം സഹിക്കുന്നത് അതൊരു നഷ്ടമാണോ അതോ നേട്ടമാണോ എന്നുള്ളത് തിരിച്ചറിയാൻ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതില്ല. അതുകൊണ്ടാണ് റോമ 8:18 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടത വെറും നിസാരമാണ്. ഏത് സഹനം, പ്രത്യേകിച്ച് യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് സഹനത്തെയും നമ്മൾ കാണേണ്ടത് അപ്രകാരമാണ്. വിശുദ്ധയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കൊക്കെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാവുന്ന 2 കാര്യങ്ങളാണ്. ഇവരെ വിളിച്ചിരുന്ന ഒരു പദവി, ഇവർക്ക് നൽകപ്പെട്ട ഒരു പദവി, പ്രാർത്ഥിക്കുന്ന അമ്മ. ആർക്കാ ഇത് ചെയ്യാൻ വരാത്ത? പ്രാർത്ഥിക്കുന്ന അമ്മ. വളരെ പ്രയർഫുള്ളായിട്ട് എതിലേ പോയെന്ന് പറഞ്ഞാലും ആ പ്രാർത്ഥന അരൂപിയിൽ ജീവിച്ച മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ് യൂപ്രേസ്യാമ്മ, പ്രാർത്ഥിക്കുന്ന അമ്മ. രണ്ടാമതൊരു കാര്യം കൂടി, ഒരു വിശേഷണമായിട്ട് അവർക്ക് നൽകപ്പെട്ടത് സഞ്ചരിക്കുന്ന സക്രാരി, മൂവിങ് ടബർനാക്കൽ, സഞ്ചരിക്കുന്ന സക്രാരി എന്ന് പറഞ്ഞാൽ ഈ അമ്മ അതുപോലെ ദൈവസാന്നിധ്യത്തിൽ ജീവിച്ചു. അമ്മയുടെ സാന്നിധ്യത്തിൽ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ മറ്റുള്ളവർക്കും പറ്റി. അതുകൊണ്ടാണ് സഞ്ചരിക്കുന്ന സക്രാരി എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ദൈവമക്കളാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. അല്ലാതെ സഞ്ചരിക്കുന്ന ദുഷ്ട അങ്ങനെയുള്ള ഒരു പദവിയല്ല നമുക്കുണ്ടാകേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ നന്മയാണെങ്കിൽ, പ്രാർത്ഥനയിലൂടെയാണ് ജീവിതം മുമ്പോട്ട് നയിക്കുന്നത് എങ്കിൽ
ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മളെക്കുറിച്ചും പറയാനായിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കാണുന്നു പൗലോസ്ലീഹ സൂചിപ്പിച്ചൊരു കാര്യം, ലോകത്തിൻ്റെതായ രീതിയിൽ ചിന്തിക്കുന്ന ജീവിക്കുന്ന വ്യക്തികളിൽ നിന്നും ദൈവമക്കൾ വ്യത്യസ്തരായിരിക്കണം. 1 കൊരിന്തോസ് 1-ാം അധ്യായത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, ഭോഷത്വമായിട്ട് കുരിശിനെ കാണുന്നത് ലൗകിക മനുഷ്യരാണ്. എന്നാൽ ദൈവത്തിൽ ശരിക്കും വിശ്വസിക്കുന്ന വ്യക്തികൾ, ദൈവമക്കൾ, അതിനെ കാണേണ്ടത് ദൈവത്തിൻ്റെ ശക്തിയായിട്ടാണ്. നമ്മൾ ഏത് രീതിയിലാണ് ജീവിതത്തിലേക്ക് സഹനങ്ങൾ വരുമ്പോൾ അതിനെ എടുക്കാറുള്ളത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2-ാം അധ്യായം 1 കൊരിന്തോസ് 2:14 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ലൗകിക മനുഷ്യർക്ക് ആത്മാവിൻ്റെ പ്രവർത്തനം ഭോഷത്വമായിട്ട് തോന്നും. എന്നാൽ ദൈവിക മനുഷ്യർക്ക്, ആത്മീയ ജീവിതം നയിക്കുന്ന വ്യക്തികൾക്ക് ആത്മാവിൻ്റെ പ്രവർത്തനം അത് അനുഗ്രഹമായിട്ട് അല്ലെങ്കിൽ ദൈവിക ജ്ഞാനമായിട്ട് അവർ കാണാൻ പറ്റും. അങ്ങനെ കണ്ടിരുന്നൊരു വ്യക്തിയാണ് വിശുദ്ധ എവുപ്രേസ്യ. അതുകൊണ്ടാണ് ലോകത്തിൻ്റെതായ കാര്യങ്ങൾ വിട്ടിട്ട് ആത്മീയ കാര്യങ്ങളിൽ വ്യാപൃതയായി ഇങ്ങനെ ഒരു പദവി നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. പറയുന്നുണ്ട്, നമ്മുടെ ബുദ്ധി സാമർഥ്യത്തെക്കാളും നമുക്ക് ആത്മീയമായിട്ടുള്ള ഒരു അഭിഷേകം, ആത്മീയ ജ്ഞാനം, അതിൻ്റെ അഭിഷേകമൊക്കെയാണ് നമുക്കുണ്ടാകേണ്ടത്. അങ്ങനെ ഉണ്ടാകുന്നവരുടെ ജീവിതത്തിൽ ഈ ഒരു വലിയ നേട്ടം, അവർക്ക് സഹനങ്ങൾ ഭാരമായിട്ട് തോന്നത്തില്ല, സഹനങ്ങൾ അനുഗ്രഹമായിട്ട് കാണാൻ പറ്റും. അതിൽ ഒളിഞ്ഞു കിടക്കുന്ന നിധി തിരിച്ചറിഞ്ഞ് സന്തോഷത്തോടെ എടുത്ത് മുന്നോട്ട് പോകാൻ അവർക്ക് പറ്റും. ലീമായിലെ വിശുദ്ധ റോസ് അവർ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, സഹനത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന നിധി കണ്ടെത്തിയവരാരും ആ സഹനത്തെക്കുറിച്ച് പരാതി പറയത്തില്ല. ചില വിശുദ്ധരൊക്കെ കൂടുതൽ സഹനം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചവരുണ്ട്. എന്താണ് കാരണം? ഈ നിധി അവർ കണ്ടെത്തിയത് കൊണ്ടാണ്. ഇപ്പോൾ മഗ്ദലന ദെ പാസി, സഹിക്കാൻ ഞാൻ കൊതിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഈ സഹനത്തിൽ ഒളിഞ്ഞു കിടന്ന് നിധി അവരെ കണ്ടെത്തിയത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു കാഴ്ചപ്പാട് പ്രാർത്ഥിക്കുന്നവർക്ക് കിട്ടുന്നതാണ്, അഭിഷേകമുള്ളവർക്ക് കിട്ടുന്നതാണ്. അത് കിട്ടാൻ നമ്മൾ ആഗ്രഹിച്ച് ജീവിതത്തിൽ മുന്നേറുന്നത് നല്ലതാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടു 10 കന്യകമാരുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്. പാലസ്തീനയിലൊക്കെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് അല്ലേ, അതറിയാത്തവർക്ക് ഇതെന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ആ ചിന്ത ഉണ്ടാകാം. പാലസ്തീനയിലെ വരൻ പോയി വധുവിനെ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായം. ഇവിടെയാണേലും കല്യാണത്തിനൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവർ ചെറുക്കം വന്നിട്ട് അല്ലെങ്കിൽ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് അവരെ കൊണ്ടുവരുന്നത് പോലത്തെ അങ്ങനത്തെ ചില സമ്പ്രദായങ്ങളൊക്കെ. ഇവിടെ ഈ സമ്പ്രദായം ഇതിന് പോയപ്പോൾ ബ്രൈഡ്സ് മെയ്ഡ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ലേ കല്യാണത്തിൻ്റെ സമയത്ത്. ഇനി അവരിങ്ങനെ കാത്തിരിക്കും, എപ്പോഴാണ് വരുന്നത്. അന്ന് ഈ ഫോൺ വിളിച്ച് പറയുന്ന കാര്യം അങ്ങനെയൊന്നുമില്ല, എപ്പം വേണേലും പുറത്ത് വരാം. അവർ ആ ശബ്ദമുണ്ടാക്കുമ്പോൾ ഇവർ തുറക്കണം, ഇവർ സ്വീകരിക്കണം അവരെ. അതിനുവേണ്ടിയാണ് ഇവർ കാത്തിരിക്കുക. ഈ 10 കന്യകമാരിൽ 5 പേർക്ക് വിവേകമുണ്ടായിരുന്നുകൊണ്ട് എപ്പോഴാണ് വരുന്നെന്നറിയത്തില്ലാത്തത് കൊണ്ട് അവർ എക്സ്ട്രാ ഓയിൽ കരുതിയിരുന്നു. ബാക്കി 5 പേർക്ക് അതില്ലായിരുന്നു. ഇനി ഇത് മണവാളം വരാനായിട്ട് ലേറ്റായി, അവർ ഉറക്കം തൂങ്ങി, ചിലർ ഉറങ്ങിപ്പോയി. ഒച്ച കേട്ടപ്പോഴാണ് ചാടി എഴുന്നേറ്റത്. തിരി തെളിച്ചപ്പോഴത്തേക്കും തെളിയുന്നില്ല, കാരണം അവർക്ക് എണ്ണ തീർന്നു പോയി. കൂടെ ഉണ്ടായിരുന്നവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കൂടി തികയല്ല, അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വരിക. അതിനകത്തൊരു സന്ദേശമുണ്ട്. രക്ഷ നമ്മൾ ഏറ്റെടുക്കേണ്ടത് വല്ലവരുടെയും പ്രാർത്ഥന കൊണ്ടോ നന്മ കൊണ്ടോ അല്ല, വ്യക്തിപരമായിട്ട് അത് നമുക്ക് ഏറ്റെടുക്കാനായിട്ട് സാധിക്കണം. പറയുന്നുണ്ട്, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ അധ്വാനിക്കണം, ഞാനതിന് വില കൊടുക്കണം എന്നുള്ള ഒരു സന്ദേശം കൂടി ഇതിനകത്തുണ്ട് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വിവേകവതികളാകാനാണ്. ഇനി അതിന് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ, ഒന്ന് ജാഗരൂകരായിരിക്കുക. നമുക്കറിയില്ല നമ്മുടെ മരണസമയം, നമുക്കറിയില്ല. ഇന്നലെയും ഒരു സംഭവം പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. ആഫ്രിക്ക പെങ്ങളുടെ അടുത്ത് പോയിട്ട് തിരിച്ചു വന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ്, അമേരിക്കയിലുണ്ടായിരുന്ന. ഇനി ആ മനുഷ്യൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് വന്നപ്പോൾ ഫ്ലൈറ്റിലിരുന്ന് മരിച്ചുപോയി.
അവർ മനസ്സിലാക്കിയ ആള് മരിച്ചാണ് സീറ്റയിലിരിക്കുന്നതെന്ന്. ഇത്രയുള്ള മനുഷ്യൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയത്തില്ല എപ്പോഴാണ് ഈ മരണം നമ്മളെ തേടി വരുന്നത്. ജാഗരൂകരായിരിക്കുക, ഉണർന്നിരിക്കുക എന്നുള്ളത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശമാണ്. മറ്റു നമ്മൾ കാണുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ വിവേകവതികളായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനം കേൾക്കുക മാത്രം ചെയ്താൽ പോരാ, അതനുസരിക്കുന്നവരായിട്ട് മാറണം, ജീവിക്കുന്നവരായിട്ട് മാറണം. വചനം കേട്ടിട്ട് അതനുസരിക്കാത്തവരെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്, അനീതി പ്രവർത്തിക്കുന്നവരെ, വിവേകമില്ലാത്തവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ എന്നാണ്. അങ്ങനെ ഒരു കാര്യം ദൈവത്തിൽ നിന്ന് കേൾക്കാൻ നമുക്ക് ഇടവരരുത്. അതിന് ബൈബിൾ വായിച്ചാൽ പോരാ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പാലിക്കുന്നവരായിട്ട് മാറണം. വചനം കേട്ടാൽ പോരാ, വചനം അനുസരിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അതിനു വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഈ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.